ഹലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡൽ വേർബ്സ് പഠിച്ചു. മുഴുവൻ പഠിച്ചോ? ഇല്ല അല്ലേ? കുറച്ച് പാർട്ട് പെൻഡിങ് ആണ്. അതിൽ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക? ഡു യു ലൈക്ക് ടു, വുഡ് യു ലൈക്ക് ടു ഒന്നാണോ? ഐ ഹാവ് ടു ഡു ഇറ്റ്, ഐ ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. തുടങ്ങാം. എനിക്കൊരു കാര്യം ചെയ്യണം, അപ്പോൾ അതിനൊന്ന് സഹായിക്കാൻ പറ്റുമോ, ഒന്ന് സഹായിക്കാമോ എന്നെങ്ങനെ ചോദിക്കും. അതിന് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ക്യാൻ ഉപയോഗിച്ചിട്ട്. ഒരു ടാസ്ക് ഉണ്ട്, അതിനൊന്ന് സഹായിക്കാമോ, ഹെൽപ്പ് ചെയ്യാമോ എന്നിങ്ങനെ ചോദിക്കും. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ടാസ്ക്. ക്യാൻ യു ഹെൽപ്പ് മീ, എന്ത് കാര്യത്തിലാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് വിത്ത് പറഞ്ഞിട്ട് പറയാം. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ടാസ്ക്, ഈ ടാസ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ. അപ്പോൾ ഈ ക്യാൻ വെച്ച് തന്നെ തുടങ്ങണോ? വിൽ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാൻ പറ്റുമോ? അത് ചോദിക്കുന്ന സെൻറ്റൻസ് കറക്റ്റ് ആണെങ്കിൽ വിൽ യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നതാണ്. പക്ഷെ അവിടെ അർത്ഥം അങ്ങനെയല്ലല്ലോ, സഹായിക്കാമോ എന്ന് ചോദിക്കല്ലേ. അപ്പം നമ്മൾ ക്യാൻ യു വെച്ചിട്ട് ചോദിക്കാം. ഇനി ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുഡ് അതും വരുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ അനിയനോടൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ ക്യാൻ യു മതി. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ നമ്മുടെ ബസ്സിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളാണ്, അപ്പോൾ അയാളോട് സഹായം ചോദിക്കണം. അപ്പോൾ കുഡ് യു, അവിടെ നമ്മൾ കുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ടാസ്ക് എന്ന് പറയാം, അല്ലാതെ ക്യാൻ യു അല്ല. അപ്പോൾ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ കുഡും, നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ജനറലി സംസാരിക്കാൻ ക്യാൻ യു മതി. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതെങ്ങനെ ചോദിക്കും? നമ്മൾ ചോദ്യം ചോദിക്കട്ടെ എന്നൊക്കെ പറയുന്നത് നമ്മളെ അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്തല്ലേ, അത് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിക്കില്ലല്ലോ. അപ്പോൾ എങ്ങനെ പറയാ? ഞാനല്ലേ ചോദിക്കണേ, അപ്പോൾ ക്യാനായി അല്ലേ? ക്യാനായി എന്താണ് ചോദ്യം ചോദിക്കട്ടെ? ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. നമുക്ക് ഭക്ഷണം കഴിച്ച ശേഷം നടക്കാൻ പോവാം, എങ്ങനെ പറയും? അപ്പോൾ എന്ത് ചെയ്യാൻ പോവാന്ന്? നടക്കാൻ പോവാം. നമുക്ക് ക്യാൻ വി ഗോ ഫോർ എ വാക്ക്. ഭക്ഷണം കഴിച്ച ശേഷം, ഉച്ചഭക്ഷണം ആണെങ്കിലോ ആഫ്റ്റർ ലഞ്ച്. ക്യാൻ വി ഗോ ഫോർ എ വാക്ക് ആഫ്റ്റർ ലഞ്ച്. ഇനി ഒരാളുടെ കഴിവ്, ആ കഴിവ് കാണിക്കാനും ഈ ക്യാൻ ഉപയോഗിക്കും കേട്ടോ. അവൾക്ക് 3 ഭാഷകൾ സംസാരിക്കാൻ പറ്റുമോ? ആ കഴിവുണ്ടോ അവൾക്ക് എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ ഷീ സ്പീക്ക് 3 ലാംഗ്വേജസ്. ഭാഷകളാണ് ലാംഗ്വേജ്, ലാംഗ്വേജസ് ഭാഷകൾ. ക്യാൻ ഷീ സ്പീക്ക് 3 ലാംഗ്വേജസ്. അവർക്ക് ഫുട്ബോൾ നന്നായി കളിക്കാൻ പറ്റുമോ? അവർ ക്യാൻ ദേ പ്ലേ ഫുട്ബോൾ വെൽ. നന്നായിട്ട് കളിക്കുക, വെൽ എന്നാ പറയാം കേട്ടോ, ഗുഡ് അല്ല വരിക. ക്യാൻ ദേ പ്ലേ ഫുട്ബോൾ വെൽ. അടുത്ത ആഴ്ചയോടുകൂടി അവന് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ ഹി ഫിനിഷ് ദ പ്രോജക്റ്റ് ബൈ നെക്സ്റ്റ് വീക്ക്. ഇനി നമ്മളൊരു ബാങ്കിൽ പോയി, അപ്പോൾ അവിടെ എഴുതാൻ നോക്കുമ്പോൾ പേനയില്ല. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആളടുത്ത് ഞാനൊന്ന് പേന എടുത്തോട്ടെ നിങ്ങളുടെ, എങ്ങനെ ചോദിക്കും? ഞാനാ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കുഡ് ഐ, കുറച്ചുകൂടെ ബഹുമാനത്തോടെ ചോദിക്കണ്ടേ. കുഡ് ഐ ബോറോ. കടം വാങ്ങിക്കുക ബോറോ ആണ്. പേനയാണെങ്കിലും നമ്മൾ കടമായിട്ട് വാങ്ങിക്കുന്നല്ലേ, നമ്മൾ വീട്ടിൽ കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ ക്യാൻ ഐ ബോറോ യുവർ പെൻ. ഞാൻ നിങ്ങളുടെ പേന ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ ഐ ബോറോ യുവർ പെൻ. അല്ലെങ്കിൽ ഒരാളുടെ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞാണ് മറന്നുപോയി, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പേര് പറയുമോ എന്നിങ്ങനെ ചോദിക്കുക. കുഡ് യു ടെൽ മീ, പറയുക. കുഡ് യു ടെൽ മീ, എന്നോട് പറയുക. കുഡ് യു ടെൽ മീ യുവർ നെയിം അഗൈൻ. പേര് ഒന്നുകൂടെ ഒന്ന് പറയുമോ. അപ്പം ഇതിൻ്റെ ഒപ്പം, നമ്മുടെ കുഡിൻ്റെ ഒപ്പം പ്ലീസ് വെക്കുന്നത് നല്ലതായിരിക്കും. കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം എന്നൊക്കെ പറയാം. പ്ലീസ് എപ്പോഴും വെച്ചാൽ നല്ലതാണ്. ക്യാൻ്റെ കൂടെയും പ്ലീസ് വെക്കാം കേട്ടോ. കൻ യു പ്ലീസ് ഡു ദിസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്കിങ്ങനെ മനം മടുത്തിട്ട് എത്ര നേരം ഇവനടുത്ത് പറയണു, അതൊന്ന് ചെയ്യുമോ പ്ലീസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പൊളൈറ്റൊന്നും ആയിരിക്കില്ല അല്ലേ. പക്ഷെ കുഡിൻ്റെ കൂടെ പ്ലീസ് വെച്ചാൽ പൊളൈറ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഒരു കാര്യം പറയേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസില്ലേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഞാൻ. ആ ചോദ്യം നമ്മളൊരു മീറ്റിങ്ങിൽ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടുകാരൊന്നുമല്ലല്ലോ മീറ്റിങ്ങിൽ ഇരിക്കണേ, ഓഫീസിൽ ആരെങ്കിലും ആണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ചോദിക്കണമെങ്കിൽ കുഡ് വെച്ച് ചോദിക്കാം കേട്ടോ. കുഡ് ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനുണ്ട്, നമുക്ക് അധികം അടുപ്പുള്ള ആളല്ലെങ്കിൽ കുഡ് വെച്ചിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ആ സാഹചര്യം അനുസരിച്ച് വേണം
ക്യാനും കുഡും യൂസ് ചെയ്യാൻ. ഇനി വുഡിൻ്റെ കാര്യം പറയാം. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡു യു ലൈക്ക് ടു ഹാവ് എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റൻസുകൾ പഠിപ്പിച്ചില്ല ആദ്യത്തെ ക്ലാസ്സിൽ. അത് പഠിപ്പിച്ചപ്പം ഒരാൾ ചോദിച്ചു വുഡ് യു ലൈക്ക് അതിങ്ങനെ ഉപയോഗിച്ചൂടെയെന്ന്. അത് തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ 2 സെൻറ്റൻസുകൾ ഞാൻ പറയാം. വുഡ് യു ലൈക്ക് സം കോഫി? കോഫി കുടിക്കാൻ താല്പര്യം ഉണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുടിക്കുക എന്നൊന്നും അവിടെ പറഞ്ഞില്ല. കോഫി പിന്നെ കുടിക്കുന്നതായതുകൊണ്ട് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാണ് കുടിക്കാൻ തന്നെ വേണ്ടിയിട്ടാണെന്ന്. അല്ലാതെ കോഫി വെച്ചിട്ട് തല കഴുകാനല്ലല്ലോ. അപ്പോൾ വുഡ് യു ലൈക്ക് സം കോഫി എന്ന് ചോദിച്ചാൽ കോഫി കുടിക്കാൻ താല്പര്യമുണ്ടോ, കോഫി വേണോ എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുന്നതാണ്. ഡു യു ലൈക്ക് കോഫി എന്ന് പറഞ്ഞാൽ കോഫി ഇഷ്ടമാണെന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഡു യു ലൈക്ക് ഈറ്റിംഗ് ഫിഷ് എന്ന് ചോദിച്ചാൽ മീൻ കഴിക്കുന്നത് ഇഷ്ടമാണോ എന്നേ ഉള്ളൂ. വുഡ് യു ലൈക്ക് ടു ഈറ്റ് സം ഫിഷ് എന്ന് ചോദിച്ചാൽ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇനി ഫിഷ് വേണോ എന്ന് ചോദിക്കുകയാണ്. മനസ്സിലായോ? ഒന്ന് ജനറൽ കാര്യം, ഫിഷ് ഇഷ്ടമാണോ, ഡു യു ലൈക്ക് ടു ഈറ്റ് ഫിഷ്. മറ്റേത് വുഡ് യു ലൈക്ക് ടു ഹാവ് സം ഫിഷ് നൗ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നൗ അവിടെ ഇട്ടില്ലെങ്കിലും വുഡ് യു ലൈക്ക് സം ഫിഷ് എന്ന് ചോദിച്ചാൽ ഫിഷ് ഇപ്പം വേണോ എന്നാണ് അർത്ഥം. ആ 2 സെൻറ്റൻസിനും 2 മീനിങ് ഉണ്ട്. അപ്പോൾ വിളമ്പാൻ നിൽക്കുമ്പോൾ ഡു യു ഈറ്റ് ഫിഷ് എന്ന് ചോദിക്കില്ല അല്ലേ? ഫിഷ് കഴിക്കാറുണ്ടോ? പൊതുവേ നമ്മൾ എന്താ ചോദിക്കുക, വേണോ എന്നല്ല ചോദിക്കുക. അപ്പോൾ വുഡ് യു ലൈക്ക് സം ഫിഷ് അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഹാവ് സം ഫിഷ് എന്നാണ് ചോദിക്കുക. അതാണ് വുഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു യൂസ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ വേണോ എന്ന് ചോദിക്കണമെങ്കിൽ വുഡ് ഏറ്റവും അധികം ഉപയോഗിക്കാം. ഇപ്പോൾ നിനക്ക് പുറത്ത് പോകാനാണോ അതോ അകത്ത് നിൽക്കാനാണോ താല്പര്യം? ഓർമ്മയുണ്ടോ ഏതാണ് വാക്ക്? 2 കാര്യങ്ങൾ തമ്മിൽ ഏതാ കൂടുതൽ ഇഷ്ടം? വുഡ് യു പ്രിഫർ പുറത്ത് പോകുന്നത്, വുഡ് യു പ്രിഫർ ടു ഗോ ഔട്ട് ഓർ സ്റ്റേ ഇൻ? അകത്ത് നിൽക്കുന്നതാണോ പുറത്ത് പോകുന്നതാണോ കൂടുതൽ താല്പര്യം? വുഡ് യു പ്രിഫർ ടു ഗോ ഔട്ട് ഓർ സ്റ്റേ ഇൻ? ഞാൻ അവൻ്റെ കാറൊന്ന് കടമായിട്ട് വാങ്ങിച്ചാൽ, എന്ന് വെച്ചാൽ കടം വാങ്ങിക്കാനൊന്നും പറയില്ല, കാറ് കുറച്ച് നേരത്തേക്ക് എടുത്താൽ അവന് ബുദ്ധിമുട്ടാവുമോ എന്നെങ്ങനെ ചോദിക്കും? വുഡ് ഹീ മൈൻഡ്? അവനതൊരു ബുദ്ധിമുട്ടാവുമോ? അവനത് വേണ്ടാന്ന് പറയുമോ? വുഡ് ഹീ മൈൻഡ് എന്ത്? ഇഫ് ഐ ബോറോഡ്. അവിടെയും ബോറോ ആണ്. ഇവിടെ ടേക്ക് ഹിസ് കാർ എന്നല്ല പറയുക. ഇംഗ്ലീഷിൽ ഓരോന്നിനും ഒരു വാക്കുണ്ട്, അത് തന്നെ ഉപയോഗിച്ച് ശീലിക്കുക. വുഡ് ഹീ മൈൻഡ് ഇഫ് ഐ ബോറോഡ് ഹിസ് കാർ. ശ്രദ്ധിക്കണം, വുഡ് ഹീ മൈൻഡ് ഇഫ് ഐ ബോറോ അല്ല, ബോറോഡ്. അത് തന്നെ വേണം കേട്ടോ. വുഡ് ഹി മൈൻഡ് ഇഫ് ഐ ബോറോഡ് ഹിസ് കാർ? ഈ പുസ്തകം അവർ ആസ്വദിക്കുമോ, എൻജോയ് ചെയ്യുമോ? വുഡ് ദേ എൻജോയ് ദിസ് ബുക്ക്? ഞാനിത് അവർക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അവർ എൻജോയ് ചെയ്യുമോ? വുഡ് ദേ എൻജോയ് ദിസ് ബുക്ക്? ക്ലിയർ ആയോ? ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ ഓക്കെ ആണോ ഞാൻ ചോദിക്കും. വുഡ് ഇറ്റ് ബി ഓക്കെ? കുഴപ്പമൊന്നുമില്ലല്ലോ. വുഡ് ഇറ്റ് ബി ഓക്കെ എന്ത് ചെയ്താൽ? ഇഫ് ഐ കോൾഡ് യു ലേറ്റർ, പിന്നീട് വിളിച്ചാൽ. ഇഫ് ഐ കോൾഡ് യു ലേറ്റർ. ഇപ്പോൾ വുഡ് മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ വുഡ് വെച്ചിട്ട് പറയാം. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാൻ പഠിച്ചില്ലേ? അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയണത് നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ക്യാൻ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലല്ലേ? ചെയ്യാം എന്നൊക്കെ പറയാൻ ക്യാൻ. ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ കനോട്ട്. ആ ക്യാൻ്റെ സ്ഥലത്ത് കനോട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കാൺട്ട് എന്നും വിളിക്കാം. കനോട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 വാക്കുകളല്ല, ഒറ്റ വാക്കാണ്. ക്യാൻ നോട്ട് അല്ല, കനോട്ട് ഒറ്റ വാക്കാണ് കേട്ടോ. കാൺട്ട് അതും ഉപയോഗിക്കാം. എനിക്ക് ആഴമുള്ള വെള്ളത്തിൽ നീന്താൻ പറ്റില്ല, അതിനുള്ളൊരു എന്താ പറയുക എക്സ്പീരിയൻസ് എനിക്കില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഐ ക്യാൻ നോട്ട് സ്വിം ഇൻ ഡീപ്പ് വാട്ടർ. അവൾക്കിന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ പറയും? ഷീ ക്യാൻ നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് ടുഡേ. എന്നുള്ള മീറ്റിംഗ് അവൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അവന് ഗിറ്റാർ നന്നായിട്ട് വായിക്കാൻ അറിയില്ല, പറ്റില്ല. പറ്റില്ല എന്ന് പറയാൻ അഗെയിൻ പറ്റുമെന്ന് പറയാൻ ക്യാനും, പറ്റില്ല എന്ന് പറയാൻ കനോട്ട് അല്ലെങ്കിൽ കാൺട്ട്. ഹി കാൺട്ട് പ്ലേ ദ ഗിറ്റാർ വെരി വെൽ. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. യു കാൺട്ട് പാർക്ക് ഹിയർ. ആരാണത് ചെയ്യുന്നത്? അതാണ് ആദ്യം വരിക. പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിനക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഇവിടെ പറയണം. അപ്പം നിനക്ക് എന്നുള്ളത് മലയാളത്തിൽ മിക്കവാറും നമ്മൾ പറയില്ല, പക്ഷേ ഇംഗ്ലീഷിൽ അത് പറയണം.
യു കാൺട്ട് പാർക്ക് ഹിയർ. അവൾക്ക് അവളുടെ കീസ് എവിടെയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കുറേ തപ്പി. ഷി ക്യാൻ നോട്ട് ഫൈൻഡ് ഹെർ കീസ്. പറ്റുന്നില്ല. അവൾ കുറേ തപ്പി. അവൾക്ക് കീസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഷി ക്യാൻ നോട്ട് ഫൈൻഡ് ഹെർ കീസ്. അപ്പോൾ അവൾക്ക് കീസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാണെങ്കിലോ? അപ്പോൾ കുഡല്ലേ വരിക. ഷി കുഡൻറ്റ് ഫൈൻഡ് ഹെർ കീസ്. മനസ്സിലായോ? കുറേ തപ്പിയിട്ട് പറ്റുന്നില്ലെങ്കിൽ ഷി ക്യാൻ നോട്ട് ഫൈൻഡ് ഹെർ കീസ്. അവൾ ഇന്നലെ കുറേ തപ്പി പറ്റിയില്ല എന്നാണെങ്കിൽ ഷി കുഡൻറ്റ് ഫൈൻഡ് ഹെർ കീസ്. ഒരു മാച്ച് ഉണ്ടായിരുന്നു, ഒരു ഗെയിം. അപ്പോൾ അത് മഴ കാരണം അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പറയും, അവർക്ക് പറ്റിയില്ല. ദേ കുഡൻറ്റ് ഫിനിഷ് ദ ഗെയിം. എന്ത് കാരണം? മഴ കാരണം. ബിക്കോസ് ഓഫ് ദ റെയിൻ. ദേ കുഡൻറ്റ് ഫിനിഷ് ദ ഗെയിം ബിക്കോസ് ഓഫ് ദ റെയിൻ. ഒരാൾ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് പോവുക, അവിടുന്ന് വലത്തേക്ക് തിരിയുക, പിന്നെ നേരെ പോവുക. അവൾക്ക് അതൊന്നും മനസ്സിലായില്ല. അറിയാൻ എന്താ വരിക? ഷി ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്ട്രക്ഷൻസ്. മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാണെങ്കിലോ? ഷി കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്ട്രക്ഷൻസ്. ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ പറയും, ഐ കുഡൻറ്റ് ബിലീവ് ദ ന്യൂസ്. ഞാനത് കേട്ടപ്പോൾ, വെൻ ഐ ഹേർഡ് ഇറ്റ്. ഐ കുഡൻറ്റ് ബിലീവ് ദ ന്യൂസ് വെൻ ഐ ഹേർഡ് ഇറ്റ്. അവർക്ക് ഒറ്റയ്ക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ദേ കുഡൻറ്റ് സോൾവ് ദ പ്രോബ്ലം. അവർ തന്നെ ഓൺ ദെയർ ഓൺ. അവർ 4 പേരും കൂടി ഇട്ടിട്ട് കുറേ ശ്രമിച്ചു, പക്ഷേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയില്ല. ദേ കുഡൻറ്റ് സോൾവ് ദ പ്രോബ്ലം ഓൺ ദെയർ ഓൺ. അവൾ എവിടെയാണ് കാറ് പാർക്ക് ചെയ്തിരുന്നത് എന്ന് അവൾക്ക് ഓർക്കാൻ പറ്റിയില്ല. ഷി കുഡൻറ്റ് റിമെമ്പർ വേർ ഷീ പാർക്ക്ഡ് ദ കാർ. ഷി കുഡൻറ്റ് റിമെമ്പർ വേർ ഷീ പാർക്ക്ഡ് ദ കാർ. അത് ക്ലിയർ ആയല്ലോ? അതുപോലെ വുഡും അങ്ങനെ തന്നെ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാം. വുഡിൻ്റെ എന്നാണ് അതിൻ്റെ നെഗേഷൻ ചെയ്യുക. വുഡ് നോട്ട് തന്നെയാണ്, പക്ഷെ വുഡിൻ്റെ നിന്ന് യൂസ് ചെയ്ത് ശീലിച്ചാൽ മതി കേട്ടോ. ഇപ്പം എങ്ങനെയാണ് പറയുകയെന്ന് വെച്ചാൽ കുറച്ച് എക്സാമ്പിൾസ് തരാം. വുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആരെങ്കിലും വുഡിൻറ്റ് ഡു സംതിങ് എന്ന് വെച്ചാൽ എന്ത് വന്നാലും അത് ചെയ്യില്ല എന്നുള്ളൊരു ശാഠ്യം. ഇപ്പോൾ ഹോംവർക്ക്, നമുക്കൊരു ഹോംവർക്ക് ഉണ്ട്, അത് ചെയ്യാൻ അവൾ ഹെൽപ്പ് ചെയ്യില്ല. അവൾക്കൊരു വാശിയാണ്. അങ്ങനെ പറയാം, നമ്മൾ വുഡിൻറ്റ് എന്നുള്ള കാര്യം ഉപയോഗിക്കും. ഷി വുഡിൻറ്റ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. കുറേ പറഞ്ഞു നോക്കി, തീരെ ഹെൽപ്പ് ചെയ്യണില്ല. ഷി വുഡിൻറ്റ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. അത് അവൾക്കൊരു ഇതാണ്, നിർബന്ധമാണ്, ചെയ്യില്ല എന്ന്. അപ്പം അതാണ് വുഡിൻറ്റിൻ്റെ അവിടെ ഒരു അർത്ഥം. അതാണ് നമ്മളെപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു മീനിങ് കേട്ടോ. നിനക്ക് ആ റെസ്റ്റോറൻറ്റ് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പം സാധ്യത പറയാനും നമ്മൾ വുഡ് ഉപയോഗിക്കില്ലേ? സാധ്യത ഇല്ല എന്ന് പറയാൻ യു വുഡിൻറ്റ് ലൈക്ക് ദാറ്റ് റെസ്റ്റോറൻറ്റ്. ഭക്ഷണമൊക്കെ വളരെ മോശമാണ്. യു വുഡിൻറ്റ് ലൈക്ക് ദാറ്റ് റെസ്റ്റോറൻറ്റ്. മനസ്സിലായോ? 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അങ്ങനെയൊക്കെ പറയാൻ, സാധ്യതയില്ല എന്ന് പറയാൻ വുഡിൻറ്റ്. പിന്നെ ഒന്ന്, എന്ത് വന്നാലും ചെയ്യില്ല അയാൾ. അതിപ്പോൾ ഒരാൾ മാത്രമല്ല. ദ ലാപ്ടോപ്പ് വുഡിൻറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് സ്റ്റാർട്ടാവില്ല, ഓൺ ആവില്ല എന്നർത്ഥം. അത് വുഡിൻറ്റ് എന്ന് വെച്ചാൽ ലാപ്ടോപ്പിന് എന്തോ നിർബന്ധമുള്ള പോലെ എന്ത് ചെയ്താലും അത് ഓൺ ആവണില്ല. ഇറ്റ് വുഡിൻറ്റ് സ്റ്റാർട്ട്. കാർ ഒക്കെ വുഡിൻറ്റ് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ കാറിന് എന്തോ പ്രശ്നമുണ്ട്, അത് എന്ത് വന്നാലും സ്റ്റാർട്ട് ആവണില്ല എന്നൊക്കെ അർത്ഥം. ഇനി ഷുഡാണുള്ളത്. ഷുഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്തെങ്കിലും നമ്മൾ ചെയ്യണം അല്ലേ? അപ്പോൾ ചെയ്യരുതെന്ന് പറയാൻ ഷുഡിൻറ്റ്. നീ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. യു ഷുഡിൻറ്റ് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. യു ഷുഡിൻറ്റ് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ലേറ്റ് ആയിട്ട് ഉറങ്ങാൻ പോരുത്, അല്ല നേരത്തെ കിടക്കണം, ലേറ്റ് ആവരുത്. യു ഷുഡിൻറ്റ് ഗോ ടു ബെഡ് ലേറ്റ്. യു ഷുഡിൻറ്റ് ഗോ ടു ബെഡ് ലേറ്റ്.
സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ട് ഓടിക്കരുത്. ഇവിടെ വേണമെങ്കിൽ മസ്റ്റും പറയാം അല്ലേ, കാരണം റൂൾസ് പറയാൻ വേണ്ടി മസ്റ്റും ഉപയോഗിക്കാമല്ലോ. യു മസ്റ്റ് നോട്ട് ഡ്രൈവ് വിതൗട്ട് എ സീറ്റ് ബെൽറ്റ്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഷുഡ് യൂസ് ചെയ്യാം. യു ഷുഡിൻ ഡ്രൈവ് വിതൗട്ട് എ സീറ്റ് ബെൽറ്റ്. അപ്പം അത് ക്ലിയർ ആയല്ലോ. നമ്മൾ സിനിമ കാണുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. റൂളാണ്, സിനിമ തിയേറ്ററിലാണ് നമ്മൾ സംസാരിക്കാൻ പാടില്ല, നമ്മൾ സംസാരിക്കാൻ പാടില്ല. വി മസ്റ്റ് നോട്ട് സ്പീക്ക്, സംസാരിക്കുക സ്പീക്ക്. വി മസ്റ്റ് നോട്ട് സ്പീക്ക് എന്തിൻ്റെ സമയത്ത്? സിനിമയുടെ സമയത്ത്. ഡ്യൂറിങ് ദ മൂവി നടക്കുന്ന സമയത്ത്, ഡ്യൂറിങ് ദ മൂവി വി മസ്റ്റ് നോട്ട് സ്പീക്ക്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് മരുന്ന് എടുക്കരുത്, മരുന്ന് കഴിക്കരുത്. യു മസ്റ്റ് നോട്ട് ടേക്ക് ദ മെഡിക്കേഷൻ അല്ലെങ്കിൽ ദ മെഡിസിൻ എന്ന് വേണമെങ്കിൽ പറയാം, വിതൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടർ പറയാണ്ട് ഇത് കഴിക്കരുത്. യു മസ്റ്റ് നോട്ട് ടേക്ക് ദ മെഡിസിൻ വിതൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഇത് കഴിക്കരുത്. പാസ്വേഡ് ആരെടുത്തും ഷെയർ ചെയ്യരുത്. എങ്ങനെ പറയും? നീ പാസ്വേഡ് ആരെടുത്തും ഷെയർ ചെയ്യരുത്. യു മസ്റ്റ് നോട്ട് ഷെയർ യുവർ പാസ്വേഡ് വിത്ത് എനിവൺ. യു മസ്റ്റ് നോട്ട് ഷെയർ യുവർ പാസ്വേഡ് വിത്ത് എനിവൺ. അതുപോലെ തന്നെ ATM കാർഡിൻ്റെ പിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരോട് ഷെയർ ചെയ്യരുത്. യു മസ്റ്റ് നോട്ട് ഡു ദാറ്റ്. ഓക്കെ, ഇനി നമുക്കുള്ളത് ഹാവ് ടു ആണ്. ഈ ഹാവ് ടുൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാവ് ടുൻ്റെ അർത്ഥം എന്തായിരുന്നു? ചെയ്യണം, വേറെ ആർക്കോ വേണ്ടിയിട്ടാണ്, പക്ഷെ എന്നാലും ചെയ്തേ പറ്റൂ അല്ലേ, അങ്ങനെയാണ് അർത്ഥം. പക്ഷേ ഇതിന് നെഗറ്റീവ് വരുമ്പം ഈ അർത്ഥമല്ല. ഇപ്പോൾ എന്തായാലും ചെയ്തേ പറ്റൂ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഒരു കാരണവശാലും ചെയ്യരുത് അല്ലേ, അങ്ങനെയല്ല ഇതിനർത്ഥം. ചെയ്യേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ചെയ്യാം എന്നാണ് യു ഡോണ്ട് ഹാവ് ടു എന്ന് പറയുമ്പം അർത്ഥം. അല്ലെങ്കിൽ ഷീ ആണെങ്കിൽ ഷീ ഡസൻറ്റ് ഹാവ് ടു. മനസ്സിലായോ? അത് ചെയ്യണമെന്നില്ല, അപ്പോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ തല പോകുന്നില്ല, ചെയ്യണമെന്നില്ല. അതാണ് ഹാവ് ടുൻ്റെ നെഗറ്റീവിൻ്റെ അർത്ഥം. അത് പ്രത്യേകം നോട്ട് ചെയ്യണം, കാരണം പലരും തെറ്റിക്കും. ഹാവ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യണം, അപ്പോൾ ഡോണ്ട് ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യരുത് എന്ന് വിചാരിക്കും. അല്ല, വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട, അതാണ് അർത്ഥം. നിനക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യണ്ട, അങ്ങനെ പറയും. യു ഡോണ്ട് ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. പിക്നിക്കിന് വരുമ്പം ഒന്നും കൊണ്ടുവരണം എന്നില്ല. യു ഡോണ്ട് ഹാവ് ടു ബ്രിങ് എനിത്തിങ് ഫോർ ദ പിക്നിക്. അവൾ വീക്കെൻഡിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ചെയ്യണമെന്നില്ല. ഷീ ഡസൻറ്റ് ഹാവ് ടു വർക്ക് വീക്കെൻഡുകളിൽ, ഓൺ വീക്കെൻഡ്സ്. ഷീ ഡസൻറ്റ് ഹാവ് ടു വർക്ക് ഓൺ വീക്കെൻഡ്സ്. മനസ്സിലായോ? ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചെയ്യണമെന്നില്ല. എല്ലാ ദിവസവും എനിക്ക് ജിമ്മിൽ പോകണമെന്നില്ല, ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു ദ ജിം എവറി ഡേ. 2 വാക്കുകളാണ്. ഞാനൊരു ജിം ഇൻസ്ട്രക്ടറാണ്, അപ്പോൾ ഞാൻ അവിടെ എല്ലാ ദിവസവും പോകണമെന്നില്ല. വേറെ ആളുകൂടി ഉണ്ട്, അപ്പോൾ അയാൾ വന്നോളൂ, അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പോകേണ്ട കാര്യമില്ല. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു ദ ജിം എവറി ഡേ. അവൾക്ക് വിശക്കുന്നില്ലെങ്കിൽ അവൾ കഴിക്കണമെന്നില്ല. ഷീ ഡസൻറ്റ് ഹാവ് ടു ഈറ്റ് ഇറ്റ് ഇഫ് ഷീ ഈസ് നോട്ട് ഹംഗ്രി. അല്ലേ, മനസ്സിലായോ അർത്ഥം? അവൾ തിന്നണമെന്നില്ല, അവൾക്ക് വിശക്കുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി, വിശക്കണില്ലെങ്കിൽ കഴിക്കണമെന്നില്ല. ഷീ ഡസൻറ്റ് ഹാവ് ടു ഈറ്റ് എന്താ സാധനം വെച്ചാൽ അത്. ഷീ ഡസൻറ്റ് ഹാവ് ടു ഈറ്റ് ലഞ്ച് ഇഫ് ഷീ ഈസ് നോട്ട് ഹംഗ്രി. ക്ലിയർ ആയോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കാരണം മീനിങ്. ഇപ്പോൾ ഷി വുഡിൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള അർത്ഥം കണ്ടോ. അതുപോലെ ഷി ഡസൻറ്റ് ഹാവ് ടു എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥങ്ങളാണ്. അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു ഇതിലെടുത്തത്. സെൻറ്റൻസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ മീനിങ് എല്ലാവർക്കും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ മോഡൽ വേർബ്സ് ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോഡൽ വേർബ്സിൻ്റെ വേറൊരു പരിപാടി ഉണ്ട്. ഇപ്പം നമ്മൾ കുഡ്, വുഡ് അങ്ങനെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തോളൂ, ഞാൻ നോക്കിയിട്ട് ഇനി മറുപടി പറയാം. നല്ല സുഖം ഉണ്ടായിരുന്നില്ല, കുറച്ച് തൊണ്ടയൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ശബ്ദത്തിന് ഇത്തിരി പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവും. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും അത് ശരിയാവുമെന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം. പറഞ്ഞതേ ഉള്ളൂ, വാങ്ങിക്കുന്ന നിർബന്ധമൊന്നുമില്ല. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് പഠിക്കാം, അങ്ങനെ വേണ്ടവർ അങ്ങനെ ചെയ്യാം. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം
എടുക്കണമെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.